അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒന്നാമത്തവൻ സമാധാനം പ്രഖ്യാപിച്ചു വന്നു. അവന്റെ കയ്യിലൊരു വില്ലുണ്ട്, എന്നാൽ അവന്റെ കയ്യിൽ അമ്പില്ല. അവൻ ലോകത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. വഞ്ചകനായവന്റെ ആരംഭ നാളുകൾക്ക് പിന്നിൽ ഇരുണ്ട ദിനങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമതായി പുറപ്പെട്ടു വരുന്നവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുമന്ന കുതിര പുറപ്പെട്ടു വരുന്നു. മനുഷ്യർ അന്യോന്യം കൊന്നുകളയേണ്ടതിന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്ന ഒരു അനുഭവം. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് നോക്കിയാൽ മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ ഒരു കറുത്ത കുതിരയാണ് വരുന്നത്. അവന്റെ കയ്യിൽ ഒരു ത്രാസുണ്ട്. അവന്റെ പേര് ക്ഷാമമെന്നാണ്. ലോകത്തിൽ വലിയ ക്ഷാമം ഉണ്ടാകും പ്രിയമുള്ളവരെ. ഏത് നാളുകളെന്ന് ചോദിച്ചാൽ യഹോവയുടെ ക്രോധത്തിന്റെ നാളുകൾ, വലുതും ഭയങ്കരവുമായ ദൈവക്രോധത്തിന്റെ നാളുകളിൽ ഭൂമിയിൽ വലിയ ക്ഷാമം ഉണ്ടാകും. ഇപ്പോൾ അതിന് മുന്നോടിയായി ലോകത്തിൽ ക്ഷാമം പടർന്നു പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമ്പൽ സമർത്ഥമായ പല രാജ്യങ്ങളും ഭക്ഷണകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ആറ്റൻ ബോംബിന്റെ പുറകെ നടന്നു. ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. കേരളത്തിന്റെ അനുഭവം തന്നെ നോക്കിയാൽ ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വാഹനം വന്നില്ല എങ്കിൽ നമ്മൾ വിശന്ന് ഉണ്ടിന് തീ പിടിക്കുന്നതല്ലാതെ കഞ്ഞി കുടിക്കാനുള്ള വഴി നമുക്ക് കേരളത്തിൽ ഇല്ല. ക്ഷാമം ലോകത്തിൽ പടർന്നു പിടിക്കും. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇപ്പോൾ ക്ഷാമമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്തിനെന്ന് ചോദിച്ചാൽ ഏത് ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുന്നോടിയായി സാത്താന്റെ ശക്തി ലോകത്തിൽ വ്യാപരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. വലിയ ക്ഷാമം ഉണ്ടാകും. വീണ്ടും നാം നോക്കിയാൽ നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ കുതിര പുറപ്പെടുന്നു. അതിൽ ഇരിക്കുന്നവന്റെ പേര് മരണമെന്നാണ്. മരണം എന്നൊരു കുതിര പുറപ്പെട്ടു വരികയാണ്. എല്ലാം വിശദമായി നമുക്ക് ചിന്തിച്ചു പോകാൻ സമയം പോരാ. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ആരംഭ നാളുകളിൽ, അല്ലെങ്കിൽ സാത്താൻ വെട്ടേറ്റ് ഭൂമിയിൽ വീണ ശേഷം ഭൂമിയുടെ മേൽ ആധിപത്യം പിടിക്കുന്ന പിശാച് സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പുള്ളവരോടുള്ള യുദ്ധത്തിനായി പുറപ്പെടുന്ന രംഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ മരിച്ച രക്തസാക്ഷികളായി മരിച്ച വൃദ്ധന്മാരുടെ ആത്മാവിനെ നാം അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണാം. വീണ്ടും ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വലിയ സമൂഹം ഇസ്രായേലിനെ മുദ്രയിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്കായി വേർതിരിക്കുന്ന കാണാം. വീണ്ടും ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അടുത്ത വീടയുടെ 7 കലശങ്ങളുമായി നിൽക്കുന്നത് കാണാം. എല്ലാം നമുക്ക് വിശദമായി ചിന്തിച്ചു പോകാൻ സമയം പോരാ. ദൈവത്തിന്റെ ക്രോധത്തിന്റെ നാളുകൾ തുടർന്ന് സംഭവിക്കുന്ന ഈ ഭാഗമാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം കൂടെ ആഴമായി ചിന്തിപ്പാൻ സമയം പോരാ. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ 7 മുദ്രകൾ പൊട്ടി ഭൂമിയുടെ മേൽ ന്യായവിധി പുറപ്പെടും. രണ്ടാമതായി നാം നോക്കിയാൽ രണ്ടാം ഘട്ടത്തില് ക്രോധത്തിന്റെ രണ്ടാം ഭാഗം ചൊരിയുകയാണ്. 7 കലശങ്ങളുമായി ദൂതന്മാർ നിൽക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ രണ്ടാമത് 7 കാഹളവുമായി നിൽക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാഹളം ഊതുന്ന ഒരുവനെ കാണാം. എന്ന് വായിച്ചാട്ട്. ഒന്നാമത്തവൻ കാഹളം ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴ തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തവണ്ണമുള്ള ഭീകരതയുടെ നാളുകളാണത്. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടതയായിരിക്കും ആ നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ക്രോധത്തിന്റെ കാഹളങ്ങൾ ഊതി. ഒന്നാമത്തവൻ കാഹളം ഊതിയപ്പോൾ തീ കലർന്ന മഴ ഭൂമിയിലേക്ക് പെയ്യുകയാണ്. ഭൂമിക്ക് വലിയ നാശം സംഭവിക്കും. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ കാഹളം കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് ഒന്ന് വായിച്ചാട്ടെ. രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് വീണു. ഇതൊക്കെ നാം ചിന്തിച്ചാൽ വലിയ അത്ഭുതമായിരിക്കും. എന്നാൽ ശാസ്ത്രം ചിന്തിച്ചാൽ ഇത് വലിയ അത്ഭുതമല്ല. ലോകത്തിൽ
ശൂന്യാകാശത്ത് എത്രയോ കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായിട്ടാണ് തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയിലൊരു നക്ഷത്രമാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. ഒരു വലിയ വൻമല പോലെ ഒന്ന് ഭൂമിയിലേക്ക് പതിച്ചു, സമുദ്രത്തിലേക്ക് പതിക്കുന്നു. സമുദ്രം രക്തതുല്യമായി തീരുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങൾ ചാകുന്നു. പിന്നെ നാം താഴേക്കുള്ള വാക്കുകൾ വായിച്ചാൽ ദൈവക്രോധത്തിന്റെ ദിനങ്ങളെ നമുക്കവിടെ കാണാം. മനുഷ്യൻ കഠിനമായി പീഡിപ്പിക്കപ്പെടും. ഭയങ്കരമായി വ്യാധി ഉണ്ടാകും. സൂര്യനും ചന്ദ്രനും മേലും വലിയ ബാധകൾ തട്ടും. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വന്നാൽ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് 3-ാമത്തെ കാഹളം നമുക്ക് കാണാം. അവിടെ പറയുന്നത്, 3-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഒരു നക്ഷത്രം ഭൂമിയിൽ സമുദ്രത്തിൽ വീണ്. പേര് കാഞ്ഞിരം എന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാഞ്ഞിരം പോലെ കഴിച്ചിട്ട് ആ വെള്ളം കുടിച്ച മനുഷ്യരെല്ലാം ഭൂമിയിൽ ചത്തുപോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, 4-ാമത്തെ കാഹളം ഊതിയപ്പോൾ സൂര്യന് ബാധ സംഭവിച്ചു. ഒന്ന് വായിച്ചാട്ടെ, 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 3-1 ചന്ദ്രനിൽ 3-1 ചന്ദ്രനിൽ 3-1 നക്ഷത്രങ്ങളിൽ 3-1 ബാധ തട്ടി അവയിൽ 3-1 ഇരുണ്ടുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ക്രോധത്തിന്റെ നാളിൽ ജ്യോതിർഗോളങ്ങൾ ഇരുണ്ടുപോകുമെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ദൈവത്തിന്റെ ക്രോധത്തിന്റെ കാഹളങ്ങൾ ഊതുമ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ദൈവക്രോധം തട്ടിയിട്ട് അവയുടെ ഏറിയ ഭാഗവും ഇരുണ്ടുപോകുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നാം നോക്കിയാൽ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് അവിടെ കാണുന്നത്, 5-ാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതി. വായിച്ചാട്ടെ. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അവന് അഗാധ കൂപത്തിന്റെ ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു നക്ഷത്രത്തെ യോഹന്നാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവനത് അങ്ങോട്ട് തുറന്നു. അതിലെ പുക പൊങ്ങുകയാണ്. ചൂളയിലെ പുക പൊങ്ങുന്ന പോലെ. ദൂരത്തിരിക്കുന്നവർക്ക് അത് കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഭൂമിയിലേക്ക് വീണ നക്ഷത്രം, ഇതാ അവന്റെ കയ്യിലൊരു താക്കോലുണ്ട്. അവൻ അഗാധ കൂപത്തിന്റെ വാതിൽ തുറന്നു. ചൂളയിലെ പോലെ പുക പൊങ്ങി തുടങ്ങി. മാത്രമല്ല, പുകയിൽ നിന്ന് ചില ജന്തുക്കൾ പുറപ്പെടുന്നു. വായിച്ചാട്ട്. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. വെട്ടിക്കിളി പുറപ്പെട്ടു. അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ച ആ നക്ഷത്രം അഗാധകൂപം തുറന്നപ്പോൾ ചൂളയിലെ പുക പോലെ പൊങ്ങി. അതോടുകൂടെ ഭൂമിയിൽ വെട്ടിക്കിളി വന്നു. എന്നാൽ ഈ വെട്ടിക്കിളിയുടെ പ്രത്യേകത, നാട്ടിൻപുറത്ത് കൃഷി നശിപ്പിക്കുന്ന കേവലം ഒരു വെട്ടിക്കിളിയല്ല. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അതിന്റെ വാല് തേളിന്റെ വാല് പോലെയാണ്. മനുഷ്യനെ ദണ്ഡിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതിന് വലിയ വായിച്ചാട്ടെ, വായിച്ചു. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. ഭീകരമായ നാളുകൾ ഭൂമിയിലേക്ക് വരും. ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശങ്ങളും കാഹളങ്ങളും ഭൂമിയുടെ മേൽ ചൊരിയും. ഒന്നിനു പിന്നാലെ ഒന്നായിട്ടുള്ള ആ വേദനപ്പെട്ട നാളുകൾ ഭയങ്കരമാണ്. അതിന്റെ 2-ാം ഘട്ടത്തിലേക്ക് നാം നോക്കിയാൽ അത് 7 കലശമാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവക്രോധത്തിന്റെ കലശം ഒഴിച്ചിട്ട് മനുഷ്യന് ദുർവ്രണമുണ്ടായി. ഭയങ്കരമായ ദുർവ്രണം, ശരീരമാസകലനം, ദുർവ്രണം ഉണ്ടാകുമാറ് ദൈവക്രോധത്തിന്റെ കലശം ഒഴിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒന്ന് വായിച്ചാൽ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ
കലശം ഒഴിക്കുമ്പോൾ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ സംഖ്യയേറ്റവർ അല്ലെങ്കിൽ അതിന്റെ ബിംബത്തെ നമസ്കരിച്ചവന് വലിയ കഷ്ടമുണ്ടാകും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആ മുദ്രയേൽക്കുന്നവർക്ക് മുന്നറിയിപ്പായി ആകാശമധ്യേ പറഞ്ഞൊരു ദൂതൻ പറഞ്ഞു, ഭൂവാസികളെ, നിങ്ങൾ ആ മുദ്ര ഏൽക്കരുത്. അത് നിങ്ങൾ ഏറ്റാൽ നിത്യം ദൈവക്രോധം അനുഭവിച്ച ആ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെ മുൻപാകെ നിത്യ തീപ്പൊയ്യയ്ക്ക് നിങ്ങൾ ദാസരാകും. ഇപ്പോൾ നാം വായിച്ചു കേൾക്കുന്നത്, ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശം ഒഴിക്കുമ്പോൾ ഇതാ ആ മൃഗത്തിന്റെ മുദ്രയേറ്റവർക്ക് വലിയ ദുർഭരണമുണ്ടാകും, ക്ഷാമമുണ്ടാകും, ഭയങ്കരമായ യുദ്ധമുണ്ടാകും. അതിലുപരിയായി ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇളകിമറിയും, ഭൂമിയുടെ മേലവ പതിക്കും, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, മനുഷ്യന് വലിയ ദുർവ്യാധികൾ ഉണ്ടാകും, മനോഹരമായ നദികൾ രക്തതുല്യമായി തീരും. അതിലുപരി സൂര്യന്റെ ചൂട് വർദ്ധിക്കും. നാലാമത്തെ കലശം ഒഴിക്കുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് സൂര്യന്റെ ചൂട് വർദ്ധിച്ചു. ഇപ്പോൾ തന്നെ കാലാവസ്ഥ ആകമാനം മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് മഞ്ഞുരാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ച യൂറോപ്പ് ഇന്ന് ചൂടുകൊണ്ട് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ചൂട് രാജ്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ആഫ്രിക്കയും ഏഷ്യൻ രാജ്യങ്ങളും ഇന്ന് മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും സമൃദ്ധിയിലെത്തുകയാണ്. കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ നാം നോക്കിയാൽ 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, നാലാമത്തെ കലശം ഒരു ദൂതൻ കൊണ്ടൊഴിച്ചു. സൂര്യന്റെ ചൂടങ്ങ് കൂടി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ സൂര്യൻ ഭൂമിയെ വിട്ട് ഏതാണ്ട് 9,30,00,000 മൈൽ അകലത്തിലാണ് നിൽക്കുന്നത്. 9,30,00,000 മൈൽ അകലത്തിൽ നിൽക്കുന്ന സൂര്യൻ 1,50,00,000 ഡിഗ്രി ചൂടിലാണ് കത്തുന്നത്. എന്നാൽ പോലും നമുക്ക് ഈ 9,30,00,000 മൈൽ ദൂരമെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു ഫ്ലൈറ്റിൽ കയറി മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ അവനിങ്ങനെ തുടർച്ചയായി യാത്ര ചെയ്താൽ 14 വർഷം കൊണ്ട് അവന് സൂര്യനിൽ ചെന്ന് ചേരാനൊക്കത്തുള്ളൂ. അത്ര ദീർഘദൂരമാണ് സൂര്യനും ഭൂമിയും തമ്മിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും അതിന്റെ ചൂട് ഭൂമിക്ക് വളരെ കഷ്ടമായി തീരുകയാണ്. എന്നാൽ ഇവിടെ ബൈബിൾ പറയുന്നത്, ദൈവം സൂര്യന്റെ ചൂട് വർദ്ധിച്ചു. ഒന്ന് വായിച്ചാട്ട്. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശങ്ങൾ ഭൂമിയിൽ പതിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ കലശം ഒഴിച്ചു, മനുഷ്യന് ദുർവ്രണം ഉണ്ടായി. രണ്ടാമത്തെ കലശം ഒഴിച്ചു, അത് സമുദ്രത്തിന് നാശം വരുത്തി. മൂന്നാമത്തെ കലശം ഒഴിച്ചു, അത് ഭൂമിയിലെ നദികളെയും ജലാശയങ്ങളെയും തകർത്തു. നാലാമത്തെ കലശം ഒഴിച്ചു, നാലാമത്തെ കലശം ഒഴിക്കുന്നു, സൂര്യൻ ചൂടുകൊണ്ട് നിറയുന്നു. അഞ്ചാമത്തെ കലശം ഒഴിക്കുന്നു, മൃഗത്തിന്റെ സിംഹാസനം അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ സിംഹാസനം ഇരുണ്ടുപോകുന്നു. ഇനി താഴേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 6-ാമത്തെ കലശം ഒഴിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരെ അഴിച്ചുവിടുവാനുള്ള സിഗ്നൽ കിട്ടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യൂഫ്രട്ടീസ് എന്ന മഹാനദി വറ്റി ഉണങ്ങണം. അതിലുപരി കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുകുവാൻ ആ നദി വറ്റി ഉണങ്ങേണ്ടി വരുന്നു. 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ ആകാശത്തിന്മേൽ ദൈവത്തിന്റെ അധികാരത്താൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. യഹോവയുടെ ക്രോധത്തിന്റെ ദിനം അത് ഭയങ്കരമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലൊരു ജാതി ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദിനങ്ങളായിരിക്കും അത്. ആ ക്രോധ ദിനത്തെ വിട്ട് നമുക്ക് ഓടിപ്പോകാം. മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകൊണ്ട് ഒന്ന് ക്രമീകരിച്ച് രൂപപ്പെടുത്താനോ കഴിയാത്തവണ്ണമുള്ള അസംഖ്യമായ ദുഃഖങ്ങളുടെയും വേദനകളുടെയും നിരയായിരിക്കും. ഭയങ്കരമായ യുദ്ധമുണ്ടാകും, ഭയങ്കര ക്ഷാമമുണ്ടാകും, വലിയ പകർച്ചവ്യാധികൾ പിടിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇളകിമറിയും, സമുദ്രത്തിലെ ജലാശയങ്ങൾ നശിക്കും, സൂര്യന്റെ ചൂട് വർദ്ധിക്കും. അങ്ങനെ ലോകത്തിന്റെ സമാധാനം നീക്കപ്പെടും. 7 വർഷക്കാലം അത് ഭീകരതയുടെ നാളുകളായിരിക്കും. ആരംഭത്തിലെ 3.5 വർഷം കൈവിടപ്പെട്ട സഭയുടെ പീഡനാളുകളിൽ ദൈവദൂതന്മാർ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, ആ സാത്താന്റെ മുദ്രയേറ്റ് നിത്യദണ്ഡനത്തിൽ പോകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ കഷ്ടമെന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്ന മഹോത്തരകാലത്ത് ദൈവം 2 അഭിഷിക്തന്മാരെ അയക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ആഴമേറിയ വിഷയമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്ത് പോകാൻ സമയം
സമയം പോരാ. അവിടെ നാം നോക്കിയാൽ അക്കാലത്ത് ദൈവം 2 അഭിഷക്തന്മാരെ അയക്കുന്ന കാണാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദൈവം 2 അഭിഷക്തന്മാരെ അയക്കുന്നു. ഇസ്രായേലിന്റെ പീഡാകാലത്ത് അല്ലെങ്കിൽ മഹോദ്രകാലത്ത് ഇതാ 2 ഭക്തന്മാർ വരുന്നു. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചാൽ. സകല വംശക്കാരും ഗോത്രക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുകളിലുള്ള വാക്കുകൾ നമ്മൾ വായിച്ചാൽ ഇസ്രായേൽ ജാതി സാത്താന്റെ അധീനതയിൽ അകപ്പെട്ട് യേശുക്രിസ്തുവിന്റെ വഞ്ചനയിൽ പെടാതിരിപ്പാൻ ദൈവം 2 അഭിഷക്തന്മാരെ അവർക്ക് വേണ്ടി അയക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട്. ചിലരിത് മോശയും ഏലിയാവും എന്ന് പറയുന്നു. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം പഠിച്ചാൽ ഇത് ഹാനോക്കും ഏലിയാവുമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശു പോലും മരണം ആസ്വദിച്ചെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ മരണം ആസ്വദിക്കാത്ത 2 മനുഷ്യരുണ്ട്. ഒന്ന് ഹാനോക്ക്. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തതുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. രണ്ടാമത് മരണം കാണാതെ എടുക്കപ്പെട്ടത് അത് ഏലിയാവാണ്. ഏലിയാവും ഏലീശായും കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരാഗ്നി രഥം വന്നിട്ട് ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി. ഏലിയാവ് ഇതുവരെയും മരണം കണ്ടിട്ടില്ല. എന്നാൽ അന്ത്യകാലത്ത് യാക്കോവിന്റെ പീഡാകാലം എന്ന് വിശേഷിപ്പിക്കുന്ന മഹോദ്രവകാലത്ത് ഇസ്രായേലിന്റെ മനസ്സിനെ ഉണർത്തേണ്ടതിന്, സാത്താന്റെ കണിയിൽ അവർ അകപ്പെടാതിരിക്കേണ്ടതിന് അവരെ അറിയിപ്പാൻ ദൈവം 2 അഭിഷക്തന്മാരെ അയക്കും. ഇവരാരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാനോട് ദൂതൻ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷക്തന്മാരാണ്. 2 ഒലിവ് വൃക്ഷങ്ങളാണ്. അവർ പുറപ്പെട്ടു വരും. അവരുടെ ശുശ്രൂഷ കാലം തികയും. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരോട് യുദ്ധം ചെയ്യും. അവരെ കൊന്നുകളയും. 3 ദിവസം അവരുടെ ശവശരീരം സകല ഭൂവാസികളും കാണും. അത് ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയോ എങ്ങനെയെങ്കിലും അവരുടെ ശവശരീരം കാണും. ആ ശവശരീരം 3 ദിവസം കിടക്കും. അവരുടെ ശുശ്രൂഷയുടെ നാളുകളിൽ ദൈവ അനുവാദത്താൽ അവർ എന്ത് ചെയ്തു? ചില കഷ്ടതകൾ വരുത്തിയത് കൊണ്ട് അവരുടെ മരണനിമിത്തം ജനമൊക്കെയും സന്തോഷിച്ചു. അവർ പരസ്പരം സമ്മാനം കൊടുത്തുവിട്ടു. മനുഷ്യനെ ദണ്ഡിപ്പിച്ച ഇവർക്ക് സംഭവിച്ച മരണത്തിങ്കൽ സന്തോഷിക്കും. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമാണ്, ഇവിടേക്ക് കയറി വരുവീൻ. അവർ മരണം വിട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അടിസ്ഥാനത്തിൽ നാം നോക്കിയാൽ ഇത് ഹാനോക്കും ഏലിയാവുമാണ്. ഈ 2 ഭക്തന്മാർ വരും. അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അടുത്തതായി പിന്നെ സംഭവിക്കാൻ പോകുന്നത് സാത്താന്റെ ബന്ധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വിഷയങ്ങളുണ്ട്. ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു പോകുവാൻ നമുക്ക് സമയം പോരാ. ചുരുക്കമായി നമുക്ക് ചിന്തിച്ചു പോകാം. അടുത്തതായി നടക്കുന്നത് സാത്താന്റെ ബന്ധിതാവസ്ഥയാണ്. ഇവിടെ നാം നോക്കിയാൽ ഒരു പടം നമുക്ക് കാണാം. ദൂരത്തിൽ നിൽക്കുന്നവർക്ക് കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂതൻ താക്കോലുമായി ഇറങ്ങി വരുന്നു. അവൻ സാത്താനെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ബന്ധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ 6ാമത്തെ സാമ്രാജ്യമായ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യത്തില് ഭരണകർത്താക്കന്മാർ 3 പേരായിരിക്കും. ഒന്ന് സ്ത്രീയോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മീഖായേലിന്റെ വെട്ടേറ്റ് നിലത്ത് വീണ തീ നിറമുള്ള മഹാസർപ്പവും, രണ്ടാമത് തകർന്നുടഞ്ഞതും വീണ്ടും കയറി വരുന്ന സാമ്രാജ്യ ശക്തിയും, മൂന്നാമത് കുഞ്ഞാട് പോലെ ഇരുന്ന് മഹാസർപ്പത്തെ പോലെ സംസാരിച്ച ഒരു മത നേതാവുമായിരിക്കും. ഇവരിൽ 2 പേരെ തീ പൊയ്കയിൽ തള്ളിയതായി നമുക്ക് കാണാം. 2 പേരെ നമുക്ക് ഈ ചാറ്റിന്റെ വലതുഭാഗത്ത് കാണുന്ന ആ തീ പൊയ്യിലേക്ക് തള്ളി. മൂന്നാമത്തെ കക്ഷിയായ തീ നിറമുള്ള മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ബന്ധിച്ചു. ദാനിയേൽ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു സിംഹാസനം ഞാൻ കണ്ടു, വയോധ്യനായ ഒരുവൻ ഇരുന്നു, 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. അഗ്നി നദി അവന്റെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അവർ വിധിച്ച മൃഗത്തെ കൊന്ന് അതിന്റെ ജഡം തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ ദാനിയേലിന്റെ ദർശനം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ കയറി വരുന്ന തകർന്ന സാമ്രാജ്യ ശക്തിയും
കുഞ്ഞാട് പോലെ ഇരുന്ന് ഉപായം സംസാരിക്കുന്ന ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മത നേതാവും ഇവരെ രണ്ടുപേരെയും തീയും ഗന്ധവും കത്തുന്ന പൊയ്യിലേക്ക് തള്ളും. അവരുടെ നേതാവായിരുന്ന സർപ്പത്തെ 1000 ആണ്ടിലേക്ക് ബന്ധിക്കും. അതിനുശേഷമായി 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ ആരംഭിക്കും. അത് നമ്മുടെ സാമ്രാജ്യത്തിലെ 7ാമത്തെ സാമ്രാജ്യമായ നമ്മുടെ മശിഹായുടെ സാമ്രാജ്യമാണ്. എന്നാൽ അതിന് മുന്നോടിയായി ഭയങ്കരമായൊരു യുദ്ധം നടക്കും. ബൈബിൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹർമഗദോൻ യുദ്ധം എന്നാണ്. അതിമഹത്തേറിയ ഒരു ഹർമഗദോൻ യുദ്ധം നടക്കും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ ചാർട്ടിന്റെ വലത്തുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ ദൈവസഭയുടെയും അല്ലെങ്കിൽ കൈവിടപ്പെടുന്ന സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിനുള്ളതും ഇസ്രായേലിന്റെയും പീഡ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 7 വർഷത്തിന്റെ അനന്തരം അല്ലെങ്കിൽ യേശുക്രിസ്തു ഭരണമേറ്റ 7 വർഷം കഴിഞ്ഞ് അടുത്തതായി സംഭവിക്കുന്നതാണ് ഹർമഗദോൻ യുദ്ധം. ഭയങ്കരമായൊരു യുദ്ധം നടക്കും. പ്രവാചകനായ സഖരിയാവ് 14-ാം അധ്യായത്തിൽ അത് പ്രവചിച്ചു പറയുകയാണ്. അന്നാളിൽ അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. വലിയൊരു താഴ്വര ഉണ്ടാകും. ഭയങ്കരമായ യുദ്ധമായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായൊരു യുദ്ധം. വായിക്കാമോ? സഖരിയാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിച്ചാട്ട്. അന്നാളിൽ അവന്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളർക്കും. 7 വർഷത്തെ ഭൂമിയിലെ പീഡയുടെ അനന്തരമായി നടക്കാൻ പോകുന്ന ഭയങ്കരമായ യുദ്ധം. ഞാൻ പറഞ്ഞല്ലോ, ആരംഭ നാളുകളിൽ ഇസ്രായേൽ റഷ്യ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിന്റെ അനന്തരമായിട്ടാണ് കലഹങ്ങളും ക്ഷാമങ്ങളും ദുർവ്യാധികളും ഭീകരാനുഭവങ്ങളും അല്ലെങ്കിൽ ആകാശഗ്രഹങ്ങൾക്ക് വരുന്ന നാശങ്ങളൊക്കെ നടക്കുന്നത്. അത് 7 വർഷമായിരിക്കും. 7 വർഷത്തിന്റെ അവസാനത്തിങ്കൽ മഹത്തേറിയ ഹർമഗദോൻ യുദ്ധമുണ്ടാകും. ലോകത്തിൽ ആദ്യമായി രാസായുധം ഉപയോഗിക്കുന്നത് അന്നായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാസായുധം കണ്ടുപിടിച്ചിട്ട് അടുത്ത കാലത്താണ് ശാസ്ത്രം അത് കണ്ടുപിടിച്ചു. വലിയ സമ്പന്ന രാജ്യങ്ങളൊക്കെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു രാസായുധം പൊട്ടിച്ചാൽ സമീപവാസികള് കമന്നങ്ങ് വീഴും. അവന്റെ കണ്ണും മൂക്കും അസ്ഥിയില്ലാത്ത അവയവങ്ങളൊക്കെ ചീഞ്ഞഴുകിപ്പോകും. ഇതാണ് രാസായുധത്തിന്റെ പ്രയോഗം. സദാം ഹുസൈന്റെ രാസായുധം ഉണ്ടെന്നും പറഞ്ഞാണ് അമേരിക്ക കുറെ കാലം അവന്റെ പുറകെ നടന്നത്. എന്നാൽ ഇന്നും ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. ബൈബിളിൽ ആ രാജ്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സകല ഭൂമിയുടെയും സംഹാരനാശമായ പർവ്വതമേ എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഈ വചനാടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഇവന്റെ പുറകെ നടന്നത്. അവന്റെ രാസായുധം ഉണ്ടെന്ന്. എന്നാൽ എന്തോ ആയുധം ഉണ്ടെങ്കിലും ഒരു തീപ്പെട്ടി ഉരയ്ക്കണമെങ്കിൽ അത് തമ്പുരാൻ അനുവദിച്ചേ നടക്കത്തുള്ളൂ. സോദോമിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. വേദപുസ്തകത്തിൽ 2 പ്രധാനപ്പെട്ട ആയുധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രാസായുധം, മറ്റൊന്ന് ആറ്റമിക്. രാസായുധത്തെ കുറിച്ച് സഖരിയ പ്രവാചകൻ പറയുന്നല്ലോ, അന്നാളിൽ യഹോവ സകല ഭൂവാസികളെയും ശിക്ഷിപ്പാൻ ഇറങ്ങി വരുന്നു. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്തെന്നാൽ, അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണങ്ങഴുകിപ്പോകുന്നു. വായിക്കാമോ? യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. എന്തൊരു അത്ഭുതമാണ് ദൈവവചനം. ഇത് എഴുതിയിട്ട് എത്രയോ വർഷമായി. 2500ഓളം വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകൻ. അന്ന് കുതിരയും വാളും പരിചയം ഒക്കെയാണ് യുദ്ധത്തിന് രാജാക്കന്മാർ ഉപയോഗിച്ചത്. അന്ന് ആറ്റമിക്കോ രാസായുധമോ അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ പ്രവാചകൻ ഹർമഗദോൻ യുദ്ധത്തില് ദൈവപുത്രനായ മശിഹാ രാജത്വമേറ്റ് അവന്റെ കാല് ഒലിവുമലയിൽ വന്ന് ചവിട്ടുമ്പോൾ സകല ജാതികളും ഇസ്രായേലിനെതിരായി പുറപ്പെട്ടു വരുന്ന നാളിൽ അന്ന് ഭൂമിയിൽ ആദ്യമായി രാസായുധം ഉപയോഗിക്കും. എന്ന് പറയുന്നത് യെരൂശലേമിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നവന് കൊടുക്കുന്ന ശിക്ഷ. അവനങ്ങോട്ട് നേരെ നിൽക്കുമ്പോൾ അവന്റെ
കണ്ണ് തടത്തിൽ നിന്ന് അങ്ങ് അഴുകിപ്പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭയങ്കരമാണ്. അതിനെ അതിജീവിപ്പാൻ ശേഷിയുള്ള ഒന്നുമില്ല. ലോകത്തിൽ ആകമാനം ഈ രാസായുധത്തെയും ആറ്റമിനിക്കിനെയൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മൈക്രോ സെക്കൻഡിലാണ് ഈ ആറ്റമിക് പ്രവർത്തനമേ. ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? ഒരു സെക്കൻഡിന്റെ 1000-1. ഒരു ആറ്റം ബോംബ് വീണാൽ ഒരു സെക്കൻഡിന്റെ 1000-1 മതി അതിന്റെ സ്ഫോടനം. ഒരൊറ്റ കത്തും. നമ്മുടെ മനോഹരമായ പ്ലാസ്റ്റിക് ബക്കറ്റ് തീയിലിട്ട് ചുട്ടാല് അവനിങ്ങനെ ഒരുമാതിരി കോടി പിടച്ച് രൂപമില്ലാതിരിക്കുന്നത് പോലെ ഈ ഭൂമിയെ ചുട്ടരിക്കാൻ ശേഷിയുള്ളതാണ് ഈ ആറ്റമിക് ആയുധം. അതൊരു ദിവസം ഉപയോഗിക്കും. പത്രോസാണ് അത് പറഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ട പത്രോസ് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയരിയും. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നു ശക്തമായ ഹർമഗദോൻ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിന്റെ നാളിൽ മുദ്രയിട്ട 1,44,000 യഹൂദന്മാരുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിട്ടിട്ടുണ്ട്. തുടർന്ന് വലിയ പീഡകൾ സംഭവിക്കുമ്പോൾ ഇവർ ഒളിക്കുന്നത് ഒലിവുമലയുടെ താഴ്വരയിലാണ്. അവിടെ താഴേക്കുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഒലിവുമല പിളർക്കുന്നു, വലിയൊരു താഴ്വര ഉണ്ടാകുന്നു. ഉസിയ രാജാവിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടി ഒളിച്ചതുപോലെ നിങ്ങൾ ഓടി ഒളിച്ചുകൊള്ളുവീൻ എന്ന് പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രവാചകൻ പറയുന്നു, എന്റെ ജനമേ, വന്നു നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുവേ, ക്രോധം കടന്നുപോകുവോളം അല്പസമയം ഒഴിഞ്ഞിരിപ്പീൻ. ഇതിന്റെ സിംഹാസനം കൊടുക്കും, യാക്കോബ് ഗൃഹത്തെ അവൻ ഭരിക്കും. അങ്ങനെ യാക്കോബ് ഗൃഹത്തെ യേശു ഭരിക്കുമെന്ന് ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് 1,44,000 യഹൂദന്മാരെ മുദ്രയിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്ത് ടുഡേ ഫ്രം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഞാൻ കാണാനിടയായി ഒലിവുമലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷതത്തെ കുറിച്ച്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം യെരൂശലേമാണ്. യഹൂദന്റെയും ഇസ്ലാം